കോട്ടയം അതിരമ്പുഴയിലെ ഐക്കരക്കുന്നിൽ ജംഗ്ഷന് സമീപമുള്ള റബ്ബർ തോട്ടം. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. റബ്ബർ വെട്ടുകാരൻ കുമാർ പതിവ് പോലെ റബ്ബർ വെട്ടുന്നു. പെട്ടെന്ന് റോഡിനോട് ചേർന്ന് തോട്ടത്തിനുള്ളിൽ നീല നിറത്തിൽ എന്തോ കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അടുത്തു ചെന്ന് നോക്കി, നീല പൊളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞ വലിയൊരു പൊതിക്കെട്ട്. നാട്ടുകാർ തടിച്ചുകൂടി പോലീസ് എത്തി കെട്ടടിച്ചു. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് പോളിത്തീൻ കവറിലാക്കി ചുറ്റി കെട്ടിയിരിക്കുകയാണ്. വയലറ്റ് നിറത്തിലുള്ള ഒരു നൈറ്റിയാണ് സ്ത്രീ ധരിച്ചിരുന്നത്. മുഖം വികൃതമാണ്. മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ട്. മുഖത്തും കഴുത്തിലും മാറിടങ്ങളിലും കരിവാളിച്ച പാടുകൾ കാണാം. ശരീരത്ത് പാടുകളും പോറലുകളുമുണ്ട്. ബലപ്രയോഗം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ മൃതദേഹത്തിനടുത്തു നിന്നും ഒരു കൈലിമുണ്ട് കിട്ടി. ആ കൈലിമുണ്ട് കൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. തലയ്ക്ക് പിന്നിൽ ചതവുണ്ട്. മൂർച്ച കുറഞ്ഞ ആയുധം കൊണ്ട് അടിക്കുമ്പോഴോ ഭിത്തിയിൽ ചേർത്തിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന മുറിവാണതെന്നും ആ മുറിവാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖം വികൃതമായതുകൊണ്ട് കൊല്ലപ്പെട്ട സ്ത്രീ ആരെന്ന് വ്യക്തമായില്ല. തലേദിവസം ആ പ്രദേശത്ത് കണ്ട നാടോടി സ്ത്രീയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പക്ഷെ കൊല്ലപ്പെട്ടത് അവരായിരുന്നില്ല. ഏതെങ്കിലും സ്ത്രീയെ കാണാനില്ലെന്ന പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സ്റ്റേഷനുകളിൽ അന്വേഷിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ജില്ലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ പട്ടികയും തയ്യാറാക്കി. ഇതിനെല്ലാം പുറമെ ആശാ വർക്കർമാരുടെ സഹായവും തേടി. കാരണം കൊല്ലപ്പെട്ടത് പൂർണ്ണ ഗർഭിണിയായതിനാൽ അവരെ സഹായിച്ച ഒരു ആശാ വർക്കറെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മുഴുവൻ ആശാ വർക്കർമാരിൽ നിന്നും ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലെ ഗർഭിണികളുടെ വിവരമെടുത്തു. ഇത് കൂടാതെ കോട്ടയത്തെയും അതിർത്തി ജില്ലകളിലെയും ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. കഴിഞ്ഞ 3 മാസത്തിനിടെ ചികിത്സ തേടിയെത്തിയ ഗർഭിണികളുടെ വിവരവും എടുത്തു. അങ്ങനെ വ്യാപകമായ തെരച്ചിൽ നടത്തി. പക്ഷെ കൊല്ലപ്പെട്ട സ്ത്രീ ആരെന്ന് മനസ്സിലായില്ല. ഇതിനിടയ്ക്ക് മൃതദേഹം തോട്ടത്തിൽ ഉപേക്ഷിച്ചത് ആരെന്ന് കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. കൂടാതെ ആ സമയം ആ പ്രദേശത്തു കൂടി സഞ്ചരിച്ച വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പക്ഷേ കൊല്ലപ്പെട്ടതായിരുന്നോ കൊന്നതായിരുന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം കുറ്റാന്വേഷണത്തിൽ സ്വർണ്ണഖനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രൈം സീനിനെ തന്നെ ആശ്രയിച്ചു. ക്രൈം സീനിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബെഡ്ഷീറ്റ്, കൈലിമുണ്ട്, പോളിത്തീൻ കവർ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. പോളിത്തീൻ കവറിൽ ഒരു ബാർകോഡ്. അത് ഗതി എന്ന ഇന്റർനാഷണൽ കൊറിയർ കമ്പനിയുടെ ബാർകോഡായിരുന്നു. ഉടൻ കമ്പനിയുടെ ഡൽഹിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ആ കൊറിയർ ആർക്ക്, എവിടേക്ക്, എന്ന് അയച്ചുവെന്നറിയണം. ഗൾഫിൽ നിന്നും വന്ന ആശുപത്രി സാമഗ്രികൾ പൊതിയാൻ ഉപയോഗിച്ച കവറാണതെന്നും മംഗലാപുരത്തേക്കാണ് ആ കൊറിയർ പോയിട്ടുള്ളതെന്നും വിവരം കിട്ടി. ഉടനെ മംഗലാപുരത്തേക്ക് വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് കോഴിക്കോട്ടേക്കാണ് ആ കൊറിയർ പോയിട്ടുള്ളതെന്ന്. തുടർന്ന് കോഴിക്കോട്ടെ ഓഫീസിൽ പോലീസ് നേരിട്ട് ചെന്നു. കൊറിയർ നമ്പർ ഉപയോഗിച്ച് അവിടുത്തെ രേഖകൾ പരിശോധിച്ചു. കോട്ടയത്തേക്കാണ് ആ കൊറിയർ പോയിട്ടുള്ളത്. അവിടെയുള്ള ഖാദർ യൂസഫ് എന്ന ഒരാളുടെ പേരിലുള്ളതാണ് ആ കൊറിയർ. അയാളുടെ മൊബൈൽ നമ്പറും അവിടെ നിന്ന് കിട്ടി. കോട്ടയത്തെ ഒരു സർജിക്കൽ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ് ഖാദർ യൂസഫ്. അയാളെ നേരിൽ കണ്ട് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു. ഇത് അശ്വതി അല്ലേ എന്ന് അയാൾ അറിയാതെ പറഞ്ഞുപോയി. ഖാദറിന്റെ എതിർവീട്ടിൽ താമസിക്കുന്ന തമ്പാൻ എന്ന വിശ്വനാഥന്റെ മകൾ അശ്വതിയായിരുന്നു അത്. അങ്ങനെ കൊല്ലപ്പെട്ടത് അശ്വതി എന്ന് വ്യക്തമായി. പക്ഷേ ഖാദറിന് വന്ന കൊറിയറിന്റെ കവർ എങ്ങനെ അശ്വതിയുടെ മൃതദേഹം പൊതിയാൻ ഉപയോഗിക്കപ്പെട്ടു? ഖാദർ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് താൻ ആ കവർ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഉപേക്ഷിച്ചെന്നാണ്. അങ്ങനെയെങ്കിൽ കൊലപാതകി ആ കവർ എടുത്ത് ഉപയോഗിച്ചതാണോ? എന്നാൽ ഈ സമയം കുറച്ച് പോലീസുകാർ ഖാദറിന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഖാദറിന്റെ ഭാര്യ 1.5 വർഷമായി ഗൾഫിലാണ്. പോലീസിന് ആകെ മൊത്തം ഒരു പന്തികേട് തോന്നി. അവർ ഒരു വർക്ക്ഷോപ്പ് ഉടമയെ കൊണ്ട് വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറി. വീടിന്റെ ഉൾഭാഗം കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നു. വീട്ടിലെ ഒരു കട്ടിലിലെ ബെഡിൽ മാത്രം ഷീറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ അവിടെ കഴിഞ്ഞതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഫോറൻസിക് വിദഗ്ധരെത്തി വിശദമായി പരിശോധിച്ചു. ഒരു സ്ത്രീയുടെ തലമുടിയും വിരലടയാളവും അവിടെ നിന്ന് ലഭിച്ചു. അത് കൊല്ലപ്പെട്ട അശ്വതിയുടേതായിരുന്നു. വീട്ടിൽ നിന്നും ഖാദറിന്റെ കാറിൽ നിന്നും രക്തക്കറയും കിട്ടി. അതും അശ്വതിയുടേത് തന്നെ. പിന്നെ വൈകിയില്ല. ഖാദർ യൂസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു.
ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഖാദർ യൂസഫും എതിർ വീട്ടിലെ അശ്വതിയും പ്രണയത്തിലായിരുന്നു. ഇതിനിടെ അശ്വതി ഗർഭിണിയായി. ഗർഭം അലസിപ്പിക്കാൻ ഖാദർ പണം കൊടുത്തെങ്കിലും അശ്വതി സമ്മതിച്ചില്ല. തുടർന്ന് അശ്വതിയെ അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന് ബന്ധുവീട്ടിലും ഹോസ്റ്റലിലും ഒക്കെയായി പാർപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്ന് എതിർപ്പുണ്ടായതോടുകൂടി അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അശ്വതിയുടെ വീട്ടുകാർ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇതിനകം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ തൊട്ടുമുമ്പിലെ വീട്ടിൽ അവൾ ഉണ്ടെന്ന് അവർ അറിഞ്ഞില്ല. കൊലപാതകം നടത്തിയതിനെ പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: അശ്വതി പ്രസവിക്കുന്ന കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാനായിരുന്നു ഖാദറിന്റെ പദ്ധതി. പക്ഷെ അപ്പോഴാണ് ഗൾഫിലുള്ള ഭാര്യ ഉടൻ നാട്ടിലെത്തുമെന്ന് അറിഞ്ഞത്. എന്നാൽ പൂർണ്ണ ഗർഭിണിയായ താനിനി എങ്ങോട്ട് മാറി താമസിക്കില്ലെന്ന് അശ്വതി വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിൽ വഴക്കായി. കസേരയിലിരുന്ന അശ്വതിയെ ഖാദർ പിറകോട്ട് മറിച്ചിട്ട് തല ശക്തിയായി തറയിലിടിപ്പിച്ചു. ബോധം മറഞ്ഞ അശ്വതിയുടെ കഴുത്തിൽ കൈലിമുണ്ടുകൊണ്ട് കുരുക്കിട്ട് മരണം ഉറപ്പാക്കുകയും ചെയ്തു. തുടർന്ന് മുറിയിലെ AC ഓണാക്കി പിറ്റേന്ന് രാത്രി വരെ മൃതദേഹം അവിടെ സൂക്ഷിച്ചു. തലയിലേക്ക് രക്തം വാർന്നൊഴുകുന്ന രീതിയിലാണ് മൃതദേഹം വെച്ചിരുന്നത്. അപ്പോൾ മുഖം വികൃതമാവുകയും അതുവഴി താൻ പിടിക്കപ്പെടില്ലെന്നും ഖാദർ കരുതി. തുടർന്ന് മൃതദേഹം കാറിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ പൊളിത്തീൻ കവറിൽ പതിക്കപ്പെട്ട ബാർകോഡ്. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഖാദർ യൂസഫ് എന്ന പ്രതി പിടിക്കപ്പെടില്ലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന ഭാര്യയോടൊത്ത് അയാൾ സുഖമായി ജീവിക്കും. തമ്പാനും ഭാര്യയും മകളുടെ തിരിച്ചുവരവും കാത്ത മരണം വരെയും കഴിയും. കൊല്ലപ്പെട്ടത് ഏതോ സ്ത്രീയെന്ന് നാട്ടുകാരും കരുതും. അശ്വതിയും ഉദരത്തിലെ കുഞ്ഞും അജ്ഞാത മൃതദേഹങ്ങളായി എരിഞ്ഞടങ്ങും.